നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നത്. പുതിയ കുട്ടികളൊക്കെ തന്നെ സ്കൂളുകളിലേക്ക് വളരെ സന്തോഷത്തോടെയാണ് പുതിയ യൂണിഫോമും ബാഗും കുടയും ചെരുപ്പുമൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി എത്തിയത്. പലരും കരഞ്ഞ് അമ്മമാരുടെ അടുത്ത് നിന്ന് മാറാതെ തന്നെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ മനോഹരമായിരുന്നു. ഇന്നലെ എല്ലാ ജില്ലകളിലും വളരെ ഗംഭീരമായിട്ടുള്ള പ്രവേശനോത്സവമാണ് നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ എല്ലാവരും കണ്ടതാണ്. എന്നാൽ അതിൻ്റെ ഒരു ആഘോഷം നിലനിൽക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് അട്ടക്കുളക്കരയിൽ നിന്ന് സ്കൂൾ കെട്ടിടം തകർന്ന വാർത്തകൾ പുറത്തു വരുന്നത്. എല്ലാവരും ഏറെ ഭയന്നു പോയ നിമിഷങ്ങളായിരുന്നു. ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പരിക്ക് പറ്റിയോ? അതും ഇന്നലെ സ്കൂളുകൾ തുറക്കുന്ന അതേ ദിവസം തന്നെ സ്കൂൾ കെട്ടിടം തകർന്ന സംഭവം വലിയ രീതിയിൽ എല്ലാവരും ഭയന്നിരുന്നു. പക്ഷേ ആർക്കും പരിക്കും അപകടമൊന്നും പറ്റിയില്ല എന്നുള്ള വാർത്തകൾ പിന്നീട് വന്നപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി. പക്ഷേ അപ്പോഴും ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അധികം ആരും ഇല്ലാതിരുന്ന സമയത്താണ് ഈ സ്കൂൾ കെട്ടിടം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് തകർന്നു വീണത്. ഒരു പക്ഷേ കുട്ടികളെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്നലത്തെ ആ സന്തോഷമെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങുമായിരുന്നു. ഏതായാലും ഇപ്പോൾ അത് ഒരു സ്കൂൾ കെട്ടിടം വീണപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ കോർപ്പറേഷനും. സംഭവത്തിൽ മുൻ മന്ത്രി വി ശിവൻകുട്ടി മറുപടി പറയണമെന്നാണ് തിരുവനന്തപുരം മേയർ വി രാജേഷ് ഇപ്പോൾ അദ്ദേഹം കടുപ്പിച്ചു തന്നെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 3 കോടി മുടക്കി നവീകരിച്ച സ്കൂൾ കെട്ടിടമാണ് തകർന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതും ഒരു വർഷം പോലും ആയിട്ടില്ല. 3 കോടിക്ക് നവീകരിച്ചൊരു സ്കൂൾ കെട്ടിടമാണ് ഒരു വർഷം തികയുമ്പോഴേക്കും ഇത്തരത്തിൽ തകർന്ന തരിപ്പണമായിരിക്കുന്നത്. അപ്പോൾ 3 കോടിക്കുള്ള എന്ത് പണിയാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. വിഷയത്തിൽ അന്വേഷണത്തിന് കത്ത് നൽകുമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. കാലപ്പഴക്കം ചെന്ന കെട്ടിടം കഴിഞ്ഞ വർഷം ജൂലൈയിൽ 3 കോടി രൂപ മുടക്കി നവീകരിച്ചതാണ്. അശാസ്ത്രീയ നിർമ്മാണത്തെ പറ്റിയും പണം ചിലവഴിച്ചതിനെ പറ്റിയും സമഗ്ര അന്വേഷണം വേണം. സംഭവത്തിൽ മുൻ മന്ത്രി മറുപടി പറയണം എന്നാണ് മേയർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 കോടി മുടക്കി നവീകരിച്ചതിന്റെ ശിലാഫലകം കെട്ടിടത്തിൽ തന്നെയുണ്ട്. കോർപ്പറേഷൻ ഫിറ്റ്നസ് നൽകിയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചു നൽകുക എന്നത് കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണെന്നും അത് ചെയ്തിട്ടുണ്ടെന്നാണ് മേയർ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഒരു കെട്ടിടം സ്കൂളിൽ പ്രവർത്തിക്കുന്നു എന്ന് കരുതി ഈ സ്കൂളിനെ നോക്കാതിരിക്കാൻ പറ്റില്ല. കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് സമൂഹം മനസ്സിലാക്കിയ കെട്ടിടത്തിന് വേണ്ടി കോടികൾ മുടക്കി നവീകരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നാണ് വി രാജേഷ് ചോദിച്ചിരിക്കുന്നത്. സംഭവം കെട്ടിടം തകർന്നു വീണതിൽ ഫിറ്റ്നസിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം മുറുകുകയാണ്. കോർപ്പറേഷൻ ഫിറ്റ്നസ് നൽകിയിട്ടില്ലെന്നും സമഗ്ര അന്വേഷണം വേണമെന്ന് തന്നെയാണ് മേയർ ആവശ്യപ്പെടുന്നത്. അതേസമയം കോർപ്പറേഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടികൾ മുടക്കി നവീകരിച്ച കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. സർവശിക്ഷാ അഭിയാന്റെ ഓഫീസ് കെട്ടിടത്തിന്റെ മുറിയുടെ മേൽക്കൂരയാണ് ഇന്നലെ തകർന്നു വീണത്. ജീവനക്കാരും വിദ്യാർത്ഥികളും ഇറങ്ങിയ ശേഷമാണ് അപകടമുണ്ടായതെന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓടിട്ട കെട്ടിടമാണ് തകർന്നു വീണത്. ഫയർഫോഴ്സ് അടക്കം സംഭവ സ്ഥലത്തെത്തിയിരുന്നു. തകർന്നു വീണ കെട്ടിടം ഉൾപ്പെടെ 2020 1,75,00,000 രൂപയ്ക്ക് നവീകരിച്ചിരുന്നു. കാലപ്പഴക്കം ചെന്ന പട്ടികയും കഴുക്കോലും മാറ്റാതെയാണ് മോടി കൂട്ടിയത്. അതേസമയം എറണാകുളം വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7 പ്രധാന കെട്ടിടങ്ങളിലൊന്ന് തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഈ ദുരവസ്ഥ. പലതവണ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായില്ലെന്നാണ് ആരോപണം. മുമ്പ് കുട്ടികൾ പ്രവേശിക്കാതിരിക്കാൻ കെട്ടിടത്തിൽ കയർ കെട്ടിയിരുന്നു. ഈ കെട്ടിടം പൊളിച്ചു കളയണമെന്ന് പലതവണ രക്ഷിതാക്കൾ അടക്കം ആവശ്യപ്പെട്ടതാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂളിന്റെ ഒരു ഭാഗം തിങ്കളാഴ്ച വൈകിട്ട് ഇടിഞ്ഞു വീണ സംഭവം എല്ലാവരെയും ഏറെ നടുക്കിയിരുന്നു. SSA ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടമാണ് തകർന്നത്. വൈകിട്ട് 5:30-ഓടെയാണ് സംഭവം എന്നതിനാൽ ആളപായം ഉണ്ടായില്ല. സംഭവത്തിൽ ഏതായിട്ടും വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇത് പരസ്പരം അങ്ങോട്ടും
അങ്ങോട്ട് പഴിച്ചാറേണ്ട ഒരു കാര്യമല്ല. ഈ 3 കോടി രൂപയ്ക്ക് നവീകരിച്ചു എന്നുള്ളതിൻ്റെ ശിലാഫലകം അവിടെ തന്നെ ഉണ്ടെന്നാണ് മേയർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 കോടിക്ക് എന്ത് പണിയാണ് അവിടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. വെറും കുറച്ച് മാസങ്ങൾ മാത്രം ഭരണത്തിലേറിയിട്ടുള്ള കോർപ്പറേഷൻ്റെ മേൽ ഇതെല്ലാം കൂടി പഴിചാരാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. ഇത്രയും വർഷം ഭരിച്ചിട്ടുള്ള ഈ ഒരു 5 വർഷകാലത്തോളം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതിനും വർഷങ്ങളായിട്ട് ഇവിടെ കോർപ്പറേഷൻ ഭരിച്ചിരുന്നതും CPM തന്നെയായിരുന്നു. ഈ വർഷ കാലയളവിലൊക്കെ തന്നെ ഈ കെട്ടിടം പണിതിരിക്കുന്നത്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ സുരക്ഷ കുട്ടികളുടെ കാര്യത്തിൽ ഇവിടെ നൽകിയിട്ടുള്ളത് എന്നുള്ളതിന് ഉത്തരം നൽകിയേ മതിയാകുള്ളൂ. എട്ടക്കുളങ്ങരയിൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്ന് വീണ് ആർക്കും പരിക്ക് പറ്റിയില്ല എന്നുള്ള വാർത്തകൾ ഏറെ ആശ്വാസകരം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിൽ ഇരുന്നാണ് കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഏതൊരു രക്ഷിതാക്കളുടെയും മനസ്സ് വേദനിക്കും. കാരണം ആ ജീവന് ഒന്നും സംഭവിക്കരുത്. വളരെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ ഇരുന്ന് പഠിക്കണം എന്ന് തന്നെയാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളതെന്ന് കൃത്യമായി അന്വേഷിച്ച് നടപടി എടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം സുരക്ഷ വിട്ട് ഒരു തരത്തിലുള്ള കളികൾക്കും ഈ സർക്കാരാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ആരും നിൽക്കരുത് എന്ന് തന്നെയാണ് മാതാപിതാക്കളടക്കം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ODTS സ്കൂളിന്റെ മേൽക്കൂരയെ താങ്ങി നിർത്തിയ തടി ദ്രവിച്ചതോടെയാണ് കെട്ടിടം നിലംപൊത്തിയത്. ഓടും താഴെയുള്ള സീലിംഗ് ഉൾപ്പെടെ പൊളിഞ്ഞ് താഴെ വീണു. അധ്യാപകരും കുട്ടികളും ജോലി കഴിഞ്ഞ് മടങ്ങിയതിനാൽ ആരും അപകടത്തിൽപ്പെട്ടില്ല. SSKയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറുടെയും തൊട്ടടുത്തുള്ളതുമായ മുറികളാണ് തകർന്നു വീണത്. കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളും പൊളിഞ്ഞു വീഴാൻ പാകത്തിൽ അപകട നിലയിലാണ്. അതിനാൽ തന്നെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നവരോട് മുൻകരുതലെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സീലിംഗ് ചെയ്തും പെയിന്റ് അടിച്ചും പുറമേക്ക് മോടി പിടിപ്പിച്ച നിലയിലായിരുന്നു കെട്ടിടമുണ്ടായിരുന്നത്. കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.